ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെന്യു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എന്തെങ്കിലും വേരിയൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 8GB 256GB, അതായത് 29,999 വേരിയൻ്റ് ആണ്. സോ ആക്ച്വലി ഇതിൻ്റെ കളർ ഞാൻ ചൂസ് ചെയ്യുന്നത് ലൂണ വൈറ്റ് എന്നുള്ള കളറാണ്. ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ തീം കളർ എന്ന് വെച്ചാൽ ലൂണ വൈറ്റ് അല്ല, വോയേജർ ഗ്രേ. ദാറ്റ് മീൻസ് ഒരു സ്യൂട്ട് കേസ് ഇൻസ്പയർഡ് ഡിസൈൻ ആണ് ഇതിൻ്റെ തീം കളർ. ബട്ട് ഇതെന്ന് വെച്ചാൽ ഒരു ലൂണ വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സോർട്ട് ഓഫ് ഒരു പ്യുവർ വൈറ്റ് കളറാണ്. സോ നമുക്ക് ഡയറക്റ്റ് ഇതിനെ അൺബോക്സ് ചെയ്യാം. So let me peel off. ഓക്കെ, സോ നമ്മുടെ റിയൽമി X7 മാക്സിനൊക്കെ കണ്ട പോലത്തെ ഒരു സെയിം ബോക്സ് തന്നെയാണ് ഇതിന് വരുന്നത്. ഓക്കെ, പക്ഷേ റിയൽമി GT മാസ്റ്റർ എഡിഷൻ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു സീലുണ്ട്. ഓക്കെ, ജസ്റ്റ് okay, it's done. So first look, Realme GT Master Edition. Okay, exploring the aesthetics of technology എന്നൊരു ഇതിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. സോ ഫോൺ തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഓക്കെ, സോ റിയൽമി സേഫ്റ്റി ഗൈഡും നമ്മുടെ ക്വിക്ക് ഗൈഡുമാണ് ഇവിടെ ഉള്ളത്. സോ ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ് ആൻഡ് യെസ് ഗൈസ്, നമ്മുടെ ഫോൺ തന്നെയുണ്ട്. സോ നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് സൈഡിൽ വയ്ക്കാം. ഓക്കെ, സോ കേസ് വരുന്നുണ്ട്. അത്യാവശ്യം നോർമലി കണ്ടുവരുന്നൊരു കേസല്ല, അത്യാവശ്യം ആ ഒരു സ്യൂട്ട് കേസ് ഗ്രേ, വോയേജർ ഗ്രേഡ് ആ കളറിലുള്ളൊരു ഇൻസ്പയർഡ് കേസ് പോലെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. 65 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പിന്നെ നമ്മുടെ നോർമലി നമ്മുടെ ഡേറ്റ കേബിൾ വരുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് സി ഡേറ്റ കേബിൾ. സോ ആൻഡ് നമുക്കിവിടെ ഒരു സിം ഇജക്ടർ ടൂൾ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഒരു സിം ഇജക്ടർ ടൂളും ദാറ്റ്സ് ഓൾ. വേറെ ബാക്കിയെല്ലാം തീർന്നു. ഓക്കെ, സോ നമുക്കെല്ലാം മാറ്റി ഡയറക്റ്റ് ഫോണിട്ട് വരാം. സോ ഗൈസ്, നമ്മുടെ ഫോൺ റിയൽമി GT മാസ്റ്റർ എഡിഷൻ ലൂണ വൈറ്റ്. ഞാൻ ജസ്റ്റ് ടേൺ ചെയ്യാം. ഓക്കെ, സോ ഇത് പ്യുവർ വൈറ്റ് കളറാണ് കേട്ടോ. സോ ഞാൻ സ്റ്റിക്കർ ബിൽ ഓഫ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിയൽമി GT ലൂണ വൈറ്റ് കളർ. സോ നമുക്ക് 3 കളേഴ്സാണ് ഗൈസ് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ തീം കളർ, ആക്ച്വലി ഞാൻ മിക്കവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കളർ എന്ന് വെച്ചാൽ വോയേജർ ഗ്രേ ആയിരിക്കും. സോ ബിക്കോസ് അതൊരു സ്യൂട്ട് കേസ് ഡിസൈൻ ഇൻസ്പയർഡ്, അതാണ് നമ്മുടെ ഈ തീം ഡിസൈൻ ആയിരുന്നു വോയേജർ ഗ്രേ. പിന്നെ നമുക്ക് വരുന്ന 2 കളർ എന്ന് വെച്ചാൽ ലൂണ വൈറ്റ് പെൻ ഇരിക്കുന്ന കളർ, പിന്നെ ഒരു കോസ്മോസ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അത്യാവശ്യം ലൈറ്റാണ് ഫോൺ. ആക്ച്വലി ഇതിൻ്റെ ഒരു ഡിഫറൻസ് വെച്ചാൽ നമ്മുടെ വോയേജർ ഗ്രീക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റും കൂടുതലാണ്, കുറച്ചും കൂടെ തിക്നെസ്സും കൂടുതലാണ്. സോ ആക്ച്വലി ഇതിൻ്റെ തിക്നെസ് വെച്ചാൽ 8 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, ആൻഡ് വെയിറ്റ് വെച്ചാൽ 174 വരും. നമുക്ക് വോയേജർ ഗ്രേ ആണെങ്കിൽ സോ നമുക്ക് 8.7 mm തിക്നെസ്സും 180 grams ആണ് വെയിറ്റ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്യാം. അത്യാവശ്യം ഭയങ്കര ലൈറ്റ് ആൻഡ് കംഫർട്ടബിൾ ആട്ടോ ടു ഹോൾഡിന് ഉണ്ടോ. ഭയങ്കര പിന്നെ അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഉണ്ടോ, അത്യാവശ്യം വെൽ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. സോ ഫസ്റ്റ് ടൈം നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ഓക്കെ, റിയൽമി ലോഗോ, ലാംഗ്വേജ്, ഓക്കെ. സോ ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ ഡിസ്പ്ലേ. 6.43 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കണം. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ പവർ ബട്ടൺ കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ വോളിയം അപ്പും ഡൗണും, പിന്നെ ഇത് നമ്മുടെ സിം കാർഡ് ട്രേ. ആൻഡ് ബോട്ടം നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ USB ടൈപ്പ് സി, ഇയർഫോൺ ജാക്ക് ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്പീക്കർ ഗ്രിൽ ആൻഡ് മോണോ സ്പീക്കറേ ഉള്ളൂ ഗൈസ്. നോ വേറെ സ്പീക്കേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് സിംഗിൾ സ്പീക്കർ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. ബട്ട് ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം എല്ലാവർക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ളൊരു സെഗ്മെൻറ്റാണ്. സോ അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് നമ്മുടെ മൈക്ക് ഒരെണ്ണം വരുന്നുണ്ട്, സെക്കൻഡറി മൈക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇനി ഇതിൻ്റെ ബിൽഡ് പറയുവാണെങ്കിൽ നമുക്ക് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് വോയേജർ ഗ്രേ എന്ന് പറഞ്ഞാൽ തീം കളർ നോക്കുവാണെങ്കിൽ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഗൻ ലെതർ ഉപയോഗിച്ചിട്ടൊരു
പ്രത്യേക ടൈപ്പ് ഒരു സ്യൂട്ട് കേസ് ഇൻസ്പയർഡ് ഡിസൈനാണ്. സോ അതൊരു വെറൈറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങളൊരു ഐ ക്യാച്ച് ഡിസൈൻ ആയിരിക്കും. ബട്ട് നിങ്ങൾ വൺസ് ഈ കേസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് എൽസ് ആണെങ്കിൽ നല്ലൊരു ഡിസൈൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് നമുക്കിവിടെ മെട്രിക്സ് AI ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അത്യാവശ്യം ഇതാണെങ്കിൽ ഒരു ഗ്ലാസ് ബാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഇതൊരു സോർട്ട് ഓഫ് പ്ലാസ്റ്റിക് തന്നെയാണ്. ബട്ട് ഒരു ഗ്ലാസ് ബാക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സൈഡിൽ മെറ്റൽ ഫ്രെയിം കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കുവാണെങ്കിൽ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്തതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ Realme GT മാസ്റ്റർ ഡിസ്പ്ലേ വരുന്നത്. സോ സൂപ്പർ ആമോലെഡ് നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ സൂപ്പർ ആമോലെഡ് ആണ് യൂസ് ചെയ്യുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, 409 pp ആണ് ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ് കളേഴ്സ്. അത്യാവശ്യം ബാൻ അടിക്കാനുള്ള റേഞ്ചിലൊന്നുമില്ല, എല്ലാം പക്കയാണ് കളേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. 1080x2400 ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ കണക്ഷൻ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഡിസ്പ്ലേ വൈസ് എല്ലാം പക്കയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കളർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വ്യൂയിങ് ആംഗിൾസും ഒക്കെ കൊള്ളാം. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി സാംസങ് ഡിസ്പ്ലേ പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് എടുത്ത് പറയാം. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് 1000 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. ഓക്കെ, സോ എനിക്ക് ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ബാൻ അടിക്കാനെല്ലാം പക്ക. മീൻസ് ഈ ഒരു റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിസ്പ്ലേ തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈപ്പോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം 120 Hz തന്നെ വരുന്നൊരു ഡിസ്പ്ലേന് 360 Hz ടച്ച് സാമ്പിൾ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്റ്റിക് എഞ്ചിൻ വരുന്നുണ്ട്. സോ ഹാപ്റ്റിക് എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന 3D ടാക്ടൈൽ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഹാപ്റ്റിക് എഞ്ചിൻ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ നോർമലി വൈബ്രേഷൻ, നമ്മുടെ നോർമൽ വൈബ്രേഷൻ അല്ല സംഭവിക്കുന്നത്, ഒരു ടക്ക് ടക്ക്. ദാറ്റ് മീൻസ് ഒരു ഈ മെറ്റലിലേട്ടൊക്കെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ടങ് ടങ് എന്നൊരു ആ ഒരു ഫീഡ്ബാക്കാണ്. സോ അത് നല്ല രീതിയിൽ ഇമ്പ്രഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു മെയിൻ നമുക്കൊരു ഓഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. നമുക്ക് മോണോ സ്പീക്കർ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഓക്കെയാണ്. സോ ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. ഗൈസ്, മാക്സിമം വോളിയാണ് കേട്ടോ അത്. ഗൈസ്, ഓക്കെ എന്നുള്ളൊരു സ്പീക്കർ സെഗ്മെൻറ്റേ ഉള്ളൂ. സോ ഗൈസ്, ഈ സെഗ്മെൻറ്റിൽ വെച്ച് സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഒരു ബാഡ് അടിച്ച് എനിക്ക് ചെറുതായിട്ട്. ബിക്കോസ് നിങ്ങളൊരു ജസ്റ്റ് ഒരു ഓക്കെ സ്പീക്കർ എന്ന് പറയാനുള്ളൊരു ലെവലിലുള്ള സ്പീക്കർ ഉള്ളൂ. ബിക്കോസ് ഇത് മോണോ സ്പീക്കർ ആയിരുന്നു നമുക്കൊരു ജസ്റ്റ് ഒരു വൺ സൈഡ് ലൗഡ്നെസ് വരുന്നുള്ളൂ. ലൗഡ്നെസ്സും കുറച്ച് കുറവാണ്. ആ ഒരു സ്റ്റീരിയോ എഫക്റ്റും കിട്ടുന്നില്ല. സോ അതൊരു ചെറിയൊരു ബാഡാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുഴപ്പമില്ല, ഓഡിയോ ക്വാളിറ്റി ഒന്നും സീനൊന്നുമില്ല. ബട്ട് ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണ്ടതായിരുന്നു എനിക്കൊരു തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡിസ്പ്ലേ കാര്യങ്ങളും ഒക്കെ നോക്കണം. പിന്നെ ബിൽഡ് കൈ പിടിക്കാൻ നല്ല കംഫർട്ടാണ് ഗൈസ്, ഭയങ്കര ഉണ്ടോ അതിൻ്റെ പക്ക കംഫർട്ടാണ് പിടിക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, സോ വോയർ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒരു സ്യൂട്ട് കേസ്, ഒരു മാറ്റ് ടൈപ്പ് ഓഫ് ഇത് കിട്ടും. ഇതാണെങ്കിൽ ഒരു മറ്റൊരു പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊരു ഗ്ലാസ് ബാക്ക് കിട്ടുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ടെക്സ്റ്റൈഡ് ഫിനിഷ് പോലെ ഒരു ഗ്ലാസ് ബാക്കിൻ്റെ ചെറിയൊരു സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ബട്ട് സോർട്ട് ഓഫ് പ്ലാസ്റ്റിക് തന്നെയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൊസസ്സറാണ്. സോ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 778. ബിക്കോസ് ഈ സെഗ്മെൻറ്റിൽ എല്ലാവർക്കും വരുന്ന പ്രൊസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമൻസിറ്റി 1200 ആണ്. ബട്ട് ഇതിന് വരുന്നത് സ്നാപ്ഡ്രാഗൺ 778 ആണ് വരുന്നത്. അതൊരു 2.4 GHz വരെ നമുക്ക് മാക്സിമം പോകുന്ന ഒരു പ്രൊസസ്സറാണ് വരുന്നത്. പിന്നെ അഡ്രിനോ 642L ആണ് ഇതിൻ്റെ GPU വരുന്നത്. പിന്നെ ഒരു മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്ന എക്സ്റ്റൻഡഡ് റാം, അതായത് എക്സ്ട്രാ 5 GB നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്കതൊരു റാം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു സോർട്ട് ഓഫ് സ്വാപ്പ് മെമ്മറി പോലെ വർക്ക് ചെയ്യും, റാം പോലെ. സോ അതൊരു നൈസ് ഫീച്ചറാണ്. പിന്നെ എൻ്റെ ക്യാമറാസിന് വരുമ്പോഴാണെങ്കിൽ ഇച്ചിരി ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്യാമറാസാണ് വരുന്നത്. സോ ഫസ്റ്റത്തെ ഒരു 64 MP മെയിൻ ക്യാമറയാണ്. ബട്ട് OIS ഇല്ല ഗൈസ്. സോ OIS ഇല്ലെന്ന് വെച്ചാൽ ഭയങ്കര ഒരു കോണെന്ന് വെച്ചാൽ അല്ല, പക്കായിട്ട് EIS നല്ലൊരു രീതിയിൽ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഉണ്ടെങ്കിൽ EIS മതി, OISൻ്റെ ആവശ്യമില്ല. ബട്ട് OIS ഉണ്ടായിരുന്ന ഈ ഹാപ്പി ടു ഹാവ് ദാറ്റ് എന്നുള്ളൊരു ഫീച്ചർ ആയിരുന്നു. ബട്ട് OIS ഇല്ലാത്തൊരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EIS, OIS, സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ, പിന്നെ ഗിംബൽ സ്റ്റെബിലൈസേഷൻ. സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് 12 Pro Maxൽ, പിന്നെ നമ്മുടെ ഗിംബലുള്ള X60 Pro Plus ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. സോ മിക്കതിന് OIS ആണ് വരിക. ബട്ട് ഇതിന് OIS ഇല്ല. ഇതിനൊരു ചെറിയൊരു ഇതുണ്ട്. ബട്ട് 64 MP f1.8 അപ്പോച്ചുള്ള ക്യാമറാസാണ് വരുന്നത്. പിന്നെ 8 MP അൾട്രാ വൈഡ് വരുന്നുണ്ട്. ഒരു 119° ഫീൽഡ് ഓഫ് വ്യൂ. പിന്നെ ഒരു 2 MB ഒരു അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നൊരു ക്യാമറ ഉള്ളൂ, വലിയ കാര്യമില്ല. ഒരു മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബട്ട് ചിലപ്പോൾ നല്ല ഔട്ട്പുട്ട് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് എൻ്റെ ക്യാമറ UI ജസ്റ്റ് നോക്കാം. ഓക്കെ, കണ്ടോ, ജസ്റ്റ് പ്രൈവസിയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് എലവ് കൊടുക്കാം.
സോ നമ്മുടെ ഓൾമോസ്റ്റ് സെയിം നമ്മുടെ വൺ പ്ലസിലൊക്കെ കണ്ടുവരുന്ന സെയിം ക്യാമറ UI തന്നെയാണ് വരുന്നത്. നൈറ്റ് മോഡ്, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, 64 MB ഡെഡിക്കേറ്റഡ് മോഡ്. പ്രോ മോഡിനകത്താണ് നമുക്ക് ഡുവൽ വീഡിയോ, മൂവി മോഡ്, പ്രോ മോഡ്, അൾട്രാ മാക്രോ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻ. പിന്നെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സ്ട്രീറ്റ് മോഡ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അപ്പോട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഫോട്ടോയ്ക്കകത്ത് ഇവിടെ ഓപ്ഷൻസിനകത്ത് നമുക്ക് ടിൽറ്റ് ഷിഫ്റ്റ് ഓപ്ഷൻ, HDR, AI, പിന്നെ നമുക്ക് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്. ഓക്കെ, ആൻഡ് അപ്പാർട്ട് ഫ്രം വീഡിയോയ്ക്കകത്ത് നമുക്ക് വീഡിയോയിൽ AI ഉണ്ട്. നമുക്ക് 4K at 30 FPS വരെ നമുക്ക് റെക്കോർഡിംഗ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. 4K 30 FPS റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, സോ ഓവറോൾ നൈസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഒരു ഫസ്റ്റ് വെർഡിക്റ്റ് ആയിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല OS ഇല്ലാത്ത ഒരു ബാഡ് ആയിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഫ്രണ്ട് ക്യാമറ നല്ലൊരു ഫ്രണ്ട് ക്യാമറ തന്നെയാണ്. 32 MB നമ്മുടെ സോണിയുടെ ഫ്രണ്ട് ക്യാമറ തന്നെ വരുന്നത്, f2.5 അപ്പേച്ചറുള്ള. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് 5G ബാൻഡ്സിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ 8 5G ബാൻഡ്സ് ഉണ്ട്. സോ നോ ഡൗട്ട് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പിന്നെ ബാറ്ററി 4300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. സോ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ നോട്ട് നോക്കുവാണെങ്കിൽ 4500, പോക്കോ F3 GT നോക്കുവാണെങ്കിൽ 5000, ബട്ട് ഇത് വരുന്നൊരു 4300, ബട്ട് ഓക്കെയാണ്. ബിക്കോസ് ഒരു 65 വാട്ടിൻ്റെ സൂപ്പർ ഡാറ്റ് ചാർജ് ആണ് വരുന്നത്. സോ അത് പെട്ടെന്ന് ചാർജ് ആയിക്കോളും. സോ അതൊരു ബാൻ അടിക്കാനുള്ള ഒരു കേസില്ല. സോ ഇത് പെർഫെക്റ്റ്ലി ഫൈൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് റെക്കഗ്നിഷൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. സോ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ചെക്ക് ചെയ്യാം. ഒപ്റ്റിക്കലാണ് ഗൈസ് വരുന്നത്, അൾട്രാസോണിക് ഒന്നും നോർമലി സെഗ്മെൻറ്റ് അത് എല്ലാവർക്കും തന്നെ സംഭവം തന്നെ ഒപ്റ്റിക്കൽ. സോ ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, വൺസ് അഗൈൻ ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, ഫാസ്റ്റ് ആണ് ഗൈസ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, ഫാസ്റ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ക്രീൻ കൊണ്ടുകൊണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കായി. സോ ഗൈസ് ഇനി ഫേസ് റെക്കഗ്നിഷൻ ചെക്ക് ചെയ്യാം. സോ ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, അതും ഫാസ്റ്റ് ആണ്. അതെ, ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. സോ ഗൈസ് എല്ലാം കൊണ്ടും ഓക്കെയാണ്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് റെക്കഗ്നിഷൻ ഒക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ NFC ഉണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ Realme UI 2.0 ആണ് വരുന്നത്, ആൻഡ്രോയിഡ് 11 ബേസിലാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ 5.6 ബ്ലൂടൂത്ത് 5.2 വേർഷൻസ്. സോ ഗൈസ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് വിത്ത് ദ കേസ്. സോ നമ്മുടെ ആ വോയേജർ ഗ്രേ കളറുള്ള ഒരു കേസാണ് വരുന്നത്. അത്യാവശ്യം ഒരു നല്ലൊരു ഫിനിഷോടുള്ള കേസാണ് വരുന്നത്. ആൻഡ് ഓവറോൾ എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. ബട്ട് കുറച്ചൊരു ചെറിയൊരു മൈനർ ഡിസഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആ ക്യാമറയുടെ ഒരു 64 MB മെയിൻ ക്യാമറയ്ക്ക് OIS, പിന്നെ സിംഗിൾ സ്പീക്കർ കൊടുത്തുള്ളൂ, അതൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാമായിരുന്നു. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കൊരു പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി എല്ലാം അടിപൊളിയാണ്. നമ്മുടെ Realme GT മാസ്റ്റർ പറയുന്നത്. ഇതിൻ്റെ പ്രൈസിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം, നമ്മുടെ നോട്ട് 2-നേക്കാളും നമ്മുടെ പോക്കോ F3 GT-നേക്കാളും ചീപ്പറാണ് നമ്മുടെ ഇത്. ഒരു 1000 റുപ്പീസ് പോക്കോ F3 GT 8 പ്രൈസിന് 28,999. നമുക്ക് മറ്റേതിൻ്റെ പ്രൈസ് നോട്ട് 2 പ്രൈസ് 8 പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 29,999. സോ അത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് 1000 റുപ്പീസ് ചീപ്പറാണ്. ബട്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ മൈനർ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ പിന്നെ നിങ്ങൾക്ക് ആ ഡിസൈൻ, ആ സ്യൂട്ട് കേസ് ഡിസൈൻ വോയേജർ ഗ്രേ കളർ നിങ്ങൾക്ക് മാസ് ലൈക്കിംഗ് ആണെങ്കിൽ അതിന് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇത് ലൂണാർ വൈറ്റ് കളർ, പിന്നെ ഒരു കോസ്മോസ് ബ്ലാക്ക്, പിന്നെ നമ്മുടെ തീം കണ്ടീഷൻ. സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഗൈസ് for today. Thank you. Signing off. It's Phone Mania.